നൈസായിട്ട് ജീരകിട്ട് തുടങ്ങിക്കോളും. തിളച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിന്ന് നമ്മൾ കുറച്ച് ജീരകം സത്യം പറ, അടുക്കളയിൽ കയറാറുണ്ടോ? ഈ ശബ്ദം കേൾക്കുമ്പോ ഭയങ്കര രസമാ സത്യം. അത് കേൾക്കുമ്പോ ഒരു സമാധാനം എന്തോ ആയിന്നൊരു തോന്നലൊക്കെ അല്ലേ? നമ്മുടെ പ്രതീക്ഷകൾ കുറച്ചുകൂടി മാനോളം ഉയർത്തുന്നു പറഞ്ഞ പോലെ അല്ലേ? അല്ലേ? എന്താണ് കേക്കട്ടെ. മമ്മൂക്ക മോഹൻലാൽ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് മലയാള സിനിമയുടെ അതെ. അപ്പൊ അതിലൊരാളെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സിനിമയിൽ ഒരു ക്യാമിയോ പോലെ ഒരു ചെറിയ ഏരിയയിലെങ്കിലും നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ആക്ച്വലി ചെറിയ ഡ്രീം അല്ല. കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ആക്ടിങ്ങിലോട്ട് വന്നു, സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക ലാലേട്ടൻ മമ്മൂക്കയോടൊപ്പം അഭിനയിക്കുന്നതാണ് ആഗ്രഹിക്കുക. ഇത് എന്റെ സ്ക്രിപ്റ്റിലാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത് എന്നുള്ള സംഭവമാണ് അല്ലെ? ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈം പനീറിന്റെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ലൈഫില്. അല്ല പനീറിന്റെ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് പറയുമ്പോ ഏതാണ്ട് ഒട്ടുമിക്ക ഐറ്റംസ് ഒക്കെ റൗണ്ട് എത്തിയ പോലെയാണ് അല്ലേ? ശ്രീനിവാസൻ പറഞ്ഞ പോലെ തിരക്കഥ വിൽക്കാനുണ്ട് പറഞ്ഞ പോലെ ഒരു തിരക്കഥ ഇരിപ്പുണ്ടോ ശരിക്കും? ആക്ച്വലി നമ്മള് കുറെ എഴുതി പാളിയിട്ടുണ്ട്. ഓക്കെ, സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് സ്വിച്ച് ഇട്ടാണൊന്നും വരുന്നില്ല. അല്ല സ്റ്റിൽ നമുക്ക് അറിയില്ല കേട്ടോ, നമ്മളിതിങ്ങനെ പഠിക്കണേ ഉള്ളൂ. തിരക്കഥ പണി പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ ചിത്രത്തിൽ ലാലേട്ടൻ ദിലീപൊക്കെയാ നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയാന്നല്ല അല്ലേ? ആക്ച്വലി ഇത്രേ ഉള്ളല്ലേ കുക്കിംഗ് ഒക്കെ. ആക്ച്വലി നന്നായി കുക്ക് ചെയ്യാൻ അറിയാം. അല്ല ആദ്യമേലെ കാര്യം പറ, എനിക്കറിയില്ല. ഇല്ല ഞാൻ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞ പിന്നെ സ്ഥിരമാവുമെന്ന് പേടിച്ച് ഞാൻ അറിയില്ല എന്ന് പറയും. അതൊന്ന്. രണ്ടാമത് അപ്പുറത്തൊരാൾ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു സൗകര്യപൂർവ്വം നമ്മളത് മറ്റേ ദീപാവലിക്ക് പൊട്ടിക്കാൻ നിൽക്കുന്ന പോലെ. Milma Milk wishes you a happy Onam. ഹേയ് ഹലോ നമസ്കാരം. ജിഞ്ചർ മീഡിയയുടെ കളർഫുൾ ഓണം വിശേഷങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഒരു ഫ്രെയിമിൽ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെയും അഗെയിൻ ഈ ഒരു ഫ്രെയിമിൽ ഇവൻ ഏത് ഐറ്റമായിട്ടായിരിക്കും ഇന്ന് വരുന്നുണ്ടാവുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഓണം നമ്മൾ അത്രത്തോളം സംതൃപ്തിപ്പെടുത്തുന്നത് വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. അപ്പം സദ്യക്കൂട്ടങ്ങളിലെ നമുക്ക് ഇഷ്ടപ്പെട്ട കറികളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നൊരു മാറ്റമുണ്ട്. കാരണം നമുക്ക് നോർമലി സദ്യയിൽ കാണാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല എന്നുള്ളത് കൂടിയുണ്ട്. പക്ഷേ നമുക്ക് ഐറ്റത്തിന് പിന്നിലും പ്രധാന കാരണക്കാരനായിട്ട് നമുക്ക് മുമ്പിൽ കാണുന്ന പോലെ മിൽമയുണ്ട് നമുക്കൊപ്പം എന്നുള്ള വലിയ സന്തോഷം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏതാണ് ഐറ്റം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് ഐറ്റത്തിനൊപ്പം ഇന്ന് ഇവിടെ കലവറയിലെ യുദ്ധത്തിന് ഒരുങ്ങാൻ ആരാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ആ വരാൻ പോകുന്ന കക്ഷി ഒരു അടാർ ഐറ്റം ആണ്. അടാർ ഐറ്റം ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ആ കക്ഷി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സുസ്വാഗതം. അടാർ കക്ഷിയാണെന്നുള്ളത് പറയാൻ അല്ലെ അനുയോജ്യമായിട്ടുള്ള വേറെ ആളില്ല എന്നുള്ളതാണ്. സോ നമുക്ക് അല്ലെ അടാർ ലെവലിലൂടെ നമുക്ക് പ്രിയപ്പെട്ട നൂറിൻ. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് മലയാള സിനിമയില് ബബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അത് സ്പടികത്തിൽ ചാക്കോമാഷ് ബാലുവിനോട് പറയുന്ന പോലെയാണ്. ബബ്ബ ബാലു പറയാന്ന് പറയുന്ന പോലെയായിരുന്നു. പക്ഷെ ഇനി ഇവിടെ അങ്ങോട്ട് ബബ്ബ അങ്ങനെയല്ല അല്ലെ? ഏതാണ് പറയും? ആരോടാ സത്യത്തിൽ ആരാണ് സിനിമയുടെ റൈറ്റർ? ആണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഒരു പക്ഷെ നമ്മൾ കോ റൈറ്റേഴ്സ് ആയിട്ട് ഒരുപാട് പേര് നമ്മൾ അല്ലെ ഒബി സഞ്ജയ് പോലെ ഒരുപാട് കൂട്ട് റൈറ്റേഴ്സ് കിട്ടുന്നുണ്ട്. പക്ഷെ കുടുംബത്തിലും എഴുതും പുറത്തു പോയാലും എഴുതും എവിടെയൊക്കെ ആയിരിക്കുന്നിടത്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു രണ്ട് കിടിലം പാർട്ട്നേഴ്സും കൂടിയാണ്. അപ്പൊ നമുക്ക് ഫൈവിനെ അറിയാം. ഫൈവ് ബൈ ഇവിടെ ഇല്ല, ഞാനേ ഉള്ളൂ. അതെ, എഴുത്തിൽ രണ്ടുപേരുണ്ട്, പക്ഷെ കുക്കിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും സത്യം പറ, അടുക്കളയിൽ കേറാറുണ്ട്. പക്ഷെ ഇത്ര ഐറ്റം ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. നോർമലി അടുക്കളയിൽ കയറാറുള്ള എന്താ? അടുക്കളയിൽ ഒരു കുഞ്ഞു ചായ വെക്കാൻ തന്നെയാണോ? കുഞ്ഞു ഉണ്ട്. പിന്നെന്തൊക്കെയുണ്ട്? പിന്നെ കഴിക്കാനാണ് കൂടുതൽ. ഒരു മിനി അല്ലെ ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരിക്കും കിച്ചനോട് ചേർന്നിട്ട്. ശരിക്കും അത് ഉമ്മ ഉണ്ടാക്കുന്നല്ലാതെ ഈ ഒരുമിച്ചുള്ള ഫൈം ആയിട്ടുള്ള നന്നായി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ സേഫ് ആണ്. അതെ, ജസ്റ്റ് കഴിച്ച് അഭിപ്രായം മാത്രം പറഞ്ഞാൽ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ ഇത് കൊള്ളാം. ഈ പറഞ്ഞ നമ്മൾ ഏതെങ്കിലും ചാനലിലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഇത് കൊള്ളാലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. ഒരു സ്ഥിരമായി ഇപ്പൊ നമ്മള് വീട്ടിൽ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ എല്ലാ ദിവസവും ഇത്രയും ഫുഡ് ഇത്ര വിഭവസമൃദ്ധമായിട്ട് പറ്റാറില്ല ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഒരുവിധം ഈ തിരക്കിന്റെ ഇടയിൽ പോകാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ? ഓൾറെഡി ഇപ്പൊ പ്രേക്ഷകർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഏതാണ് ഐറ്റം എന്നുള്ളത്. പക്ഷെ ഇത്രയും ഐറ്റം മിൽമയുടെ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? നെയ്യ് ഇരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഏതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഐറ്റത്തിന് നമ്മൾ എടുക്കാൻ പോകുന്നത്? അതല്ലല്ലോ നമ്മൾ എടുക്കണം. ഏതാ? അതല്ല, പിന്നെ ഏതാ? പനീർ. സോ നമ്മൾ പനീർ കുറുമയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
നമ്മൾ കാളനൊക്കെ കണ്ടു, സദ്യക്കൂട്ടത്തിൽ കാണുന്നതാണ്. പക്ഷെ പനീർ കുറുമ പൊതുവെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ മുമ്പ്? കഴിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വെജ് നമ്മൾ ചില ദിവസം ഇങ്ങനെ ഇന്ന് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല, നമ്മൾ ഫുൾ വെജ് എന്ന് പറയുമ്പോൾ ആകെ മനസ്സിൽ സാധനം പനീറിന് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. കാരണം എന്തെങ്കിലും നമുക്ക് കഴിക്കാം, കുറച്ച് പ്രോട്ടീൻ കിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഈ നോൺ വെജ് സ്ഥിരമായി കഴിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് അല്ലാതെ കഴിക്കാൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനൊക്കെ വീട്ടിൽ ഉമ്മ സദ്യ ഉണ്ടാക്കി തന്നെ പറയും എനിക്കൊരു ഇത്രയും മീൻ കറി, ഒരു മീൻ ഫ്രൈ, ഒരു ചിക്കൻ 65 എന്തെങ്കിലും സൈഡിൽ വെക്കണമെന്ന് പറയും. അപ്പൊ നമ്മൾ അങ്ങനെ ശീലം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ വെജ് ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി കഴിക്കുന്നവരാണെങ്കിൽ പോലും നോൺ കഴിക്കാൻ പറ്റില്ല. പക്ഷെ നോമ്പ് കാലത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചീറ്റ് ചെയ്യുന്ന പരിപാടി ഇതാണ് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും ഇൻഗ്രീഡിയൻസ് ഇരിക്കുന്ന സൈഡിലോട്ട് നീങ്ങിക്കോളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അപ്പൊ എന്താ ഐറ്റംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഓക്കെ, ആദ്യം നമ്മൾ ഇത് ജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, മഞ്ഞപ്പൊടി, മുളക് പൊടി, കൊച്ചുള്ളി, കരിവേപ്പില, എണ്ണ, പിന്നെ തേങ്ങാപ്പാല്, പിന്നെ ചെറിയൊരു തേങ്ങാപ്പാൽ മിക്സ് ഉണ്ട്. ഒന്ന് കോക്കനട്ട് മിൽക്ക് ആണ്, അതിനകത്ത് നമ്മള് ജീരകവും മറന്നു ഏലക്കയും കൂടി ചെറിയൊരു അരച്ച ഗ്രേവി. നമ്മുടെ മിൽമയുടെ പനീരും അല്ലെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങിയാലോ അല്ലെ? എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം എല്ലാം കൊണ്ടും ഓണം സ്പെഷ്യൽ ആണ് നൂറിന്. ഒരു പക്ഷേ ഇൻഡസ്ട്രിക്ക് വന്ന് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു സിനിമയുടെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് എൻ്റെ എഴുത്തിലാണ് അല്ലെ? ആ ഒരു പ്രോസസ്സ് അത്യാവശ്യം സമയം എടുക്കേണ്ടതാണ്. നമ്മൾ ഉള്ളിലൊരു ത്രെഡ് ഉണ്ടെങ്കിൽ പോലും അത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ കുറേ ഏറെ സ്റ്റക്ക് ആവുന്ന ബ്ലോക്ക് ആവുന്ന കുറേ മൊമെന്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ അല്ലെ ഓവർകം ചെയ്ത് ഒരു ബെസ്റ്റ് സ്ക്രിപ്റ്റിലോട്ട് എത്തുന്നു. അത് എത്താൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പക്ഷേ മലയാള സിനിമ ഇത്രത്തോളം കാത്തിരുന്ന ഒരു സിനിമ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്ട്രോങ് പില്ലേഴ്സ് ആവുന്നു, ബാക്ക് ബോൺ ആവുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓണം എല്ലാ അർത്ഥത്തിലും നൂറ് സ്പെഷ്യലാണ്, ഫൈവ് സ്പെഷ്യലാണ് എല്ലാം. അതെ, ഓണം അല്ലെങ്കിലും ഈ സംഭവം ഈ ബാക്കില് ഇപ്പം ഞാൻ ഫ്രണ്ട്സിനും ക്യാമറയുടെ മുന്നിൽ കൂടെ വന്ന ഒരാളാണ്. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും അതായിരിക്കും അത് ടഫ് ഈസി എന്നല്ല ഞാൻ പറഞ്ഞത്, അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ബട്ട് സ്റ്റിൽ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തപ്പോ ഭയങ്കര രസമുണ്ട്. ഇതിന്റെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ ഫ്രം സ്റ്റാർട്ട് എവിടെ നിന്നാണ് അത് പിന്നെ ബിൽഡ് ചെയ്ത് ഡയറക്ടർ വന്ന് അതിനെ കുറച്ച് ക്യാരക്ടേഴ്സ് കൊണ്ടുവന്ന് അതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് വർക്ക്. ഞാൻ വന്ന് റൈറ്റേഴ്സ് മാത്രമല്ല, അതിന്റെ ബാക്കിൽ നിന്ന് പിന്നെ അങ്ങോട്ട് കോസ്റ്റ്യൂം ആയിക്കോട്ടെ, ലൊക്കേഷൻ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, ഇത് ഒരു ഗ്രൂപ്പ് പരിപാടി ഉണ്ടല്ലോ. അത് എനിക്കിങ്ങനെ ബാക്കിൽ വർക്ക് ചെയ്തപ്പം ആണ് നമ്മൾ അത്രയും മനസ്സിലാക്കുന്നത്. സോ അതിൽ ഞാൻ ഭയങ്കര ബ്ലസ്ഡ്. അങ്ങനെ ഒരു ഡെസിഷൻ ഞാൻ ലൈഫിൽ അത് എക്സ്പ്ലോർ അത് എന്താണെങ്കിലും പക്ഷെ നമ്മളാ ഒരു ഡെസിഷൻ എടുത്തതിൽ ഞാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ കുറേ കൂടി ഒരു കിക്ക് കിട്ടുന്നത് ഏതിലാണ്? ആക്ടിങ്ങിന്റെ സമയത്താണ്, എഴുത്തിന്റെ സമയത്താണ്? അറിയത്തില്ല. എല്ലാം രണ്ട് അഭിനയമാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇത് ഇഷ്ടമാണ്. ഇത് തുടരുമോ അതോ രണ്ടും ബാലൻസ് ചെയ്ത് പോകണമെന്നുള്ളതാണ്. യെസ്. അപ്പൊ എന്തായാലും ബബ്ബ വിശേഷങ്ങളോട് തന്നെ തുടങ്ങി നമ്മുടെ പനീർ കുറുമയിലേക്ക് എത്തുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം അല്ലെ? പാൻ എടുത്ത് പാൻ വെക്കുന്നു. അപ്പൊ ഐശ്വര്യമായിട്ട് എണ്ണ ഒഴിച്ചോളൂ. യെസ്, ഐശ്വര്യമായിട്ട് ജീരകം ഇട്ട് തുടങ്ങിക്കോളൂ. തിളച്ചിട്ടുണ്ട് ഓൾറെഡി. ഒരു സ്റ്റെപ്പ് ബാക്കിൽ നിന്ന് നമ്മൾ കുറച്ച് ജീരകം ഇടുന്നു. കുറച്ചുകൂടി വേണ്ടി വരില്ലേ? സന്തോഷത്തിന്. അതെ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഇഞ്ചി. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര സത്യം. അത് കേൾക്കുമ്പോൾ സമാധാനം എന്തോ ആയിന്നൊരു തോന്നലൊക്കെ. നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടാമേ. ദെൻ കുറച്ചൊന്ന് ആ ജീരകം ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്കി നിൽക്കാൻ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിത്തെറിക്കാൻ സൗണ്ട് ഇല്ലെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. തിളയ്ക്കാൻ വേണ്ടിട്ട് എന്നിട്ട് അതിനെ തൊഴിക്കുമ്പോ ഒരു പക്ഷെ ഓൾറെഡി സൗണ്ട് വന്നപ്പോ തന്നെ ഒരു പ്രോല് മൂഡ് കിട്ടി അല്ലേ? കുക്കിംഗ് ഫീലൊക്കെ വന്നു. യെസ്. നമ്മള് മെല്ലെ സവാളയിലോട്ട് പോവാം. ഫഹീം അവിടെ ഇരുന്നിട്ട് ഇത് കാണുമ്പോ വിചാരിക്കുന്നുണ്ടാവും ലോറിൻ ഇത്ര ഐറ്റം കയ്യിൽ ഇരുന്നിട്ടായിരിക്കും. ഞാൻ എന്താ കുക്ക് ചെയ്യാത്തേന്ന് പറയട്ടെ. ആക്ച്വലി നന്നായി കുക്ക് ചെയ്യാൻ അറിയാം. അല്ല, ആദ്യമേയുള്ള കാര്യം പറ. എനിക്കറിയില്ല. ഇല്ല ഞാൻ
ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമാവുമെന്ന് പേടിച്ച് ഞാൻ അറിയില്ല എന്ന് പറയും. അതൊന്ന്. രണ്ടാമത് അപ്പുറത്തൊരാൾ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് പിന്നെ അതൊരു സൗകര്യപൂർവ്വം നമ്മളത് എന്താ ഫഹീം ഉണ്ടാക്കി തരുന്നതിൽ എന്താ സ്പെഷ്യൽ ആയിട്ട് നമുക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടം ഫഹീം ഹോസ്റ്റലിൽ നിന്നാട്ടോ വളരെ. അപ്പൊ ഈ ഹോസ്റ്റൽ ലൈഫില് ഈ ഇറച്ചിച്ചോറെന്നാണ് ആക്ച്വലി നമ്മൾ അതിനെ പറയുന്നത്. പക്ഷെ ഇറച്ചിയും ചിക്കനും ചോറും കുറച്ച് മസാലയും എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട് കുറച്ച് വീസിൽ അങ്ങനെ കേൾപ്പിച്ചിട്ട് എടുക്കും. നല്ല കുഴഞ്ഞൊരു പരുവത്തിലൊരു ചോറ്, പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പാളുംന്ന്, പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. എനിക്കത് ഉണ്ടാക്കുന്ന ഭയങ്കര ഇപ്പൊ ഞാൻ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ഇപ്പൊ ബിരിയാണി വെക്കാന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും വേണ്ട, നമുക്ക് ഇങ്ങനെ ഇത് ചെയ്താൽ എനിക്ക് ഇഷ്ടമാണ്. അത് ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് അറിയായിരിക്കും. നമ്മള് ഇടയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഒരു തോന്നുമ്പോ ഒരുപാട് പാത്രങ്ങളോ ഇങ്ങനെ എല്ലാം വളരെ കുറച്ച് സ്ഥലത്ത് കുറച്ച് പരിപാടിയിൽ ജീവിക്കാൻ അറിയാം. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോയത്, അപ്പൊ എനിക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡാണ് ഫുഡ്. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല, അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആ സംഭവം ഉണ്ടാക്കാൻ. അന്ന് നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും, അത് ഞാൻ ഉണ്ടാക്കും. അതായത് നമ്മള് മസാല ഒക്കെ പരട്ടി കറക്റ്റ് ആക്കി വെച്ച് എണ്ണ ചൂടാക്കി വന്നാൽ ഇടും. നല്ല മസാല ഞാൻ ഉണ്ടാക്കും. കാരണം എന്റെ വീട്ടിൽ ആക്ച്വലി നന്നായി എന്റെ ഉമ്മ ഫുഡ് ഉണ്ടാക്കും, ഉമ്മ ഫുഡ് ഉണ്ടാക്കും, എന്റെ സിസ്റ്റർ നന്നായി ഫുഡ് ഉണ്ടാക്കും. ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ വാപ്പ നന്നായി ഫുഡ് ഉണ്ടാക്കും. കാരണം എന്റെ വാപ്പ NRI ആയിരുന്നു. അപ്പം ഗൾഫില് അവര് മറ്റേ എല്ലാരും കൂടെ ആഴ്ചയിൽ ഒരു ദിവസം കുക്കിംഗ്, അവർക്കെല്ലാം നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പം എനിക്ക് അറിയാമെന്നാണ് എന്റെ ഒരു വിശ്വാസം, പക്ഷെ ഉണ്ടാക്കാറില്ലെന്നേ ഉള്ളൂ. എങ്ങനെ ആ വീട്ടിൽ ജനിച്ചു പോയി എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. നല്ല ഫുഡ്. കല്യാണം കഴിഞ്ഞു ഫൈമിന്റെ വീട്ടിലും ഫൈമിന്റെ സിസ്റ്റർ അവള് നല്ല ബേക്ക് ഒക്കെ ചെയ്യും. അവളുണ്ടാക്കും, ഉമ്മ ഉണ്ടാക്കും, എല്ലാം ഉണ്ട്. ഞാൻ സേഫ് ആണ്. ഞാൻ എപ്പോഴും ഒരു സേഫ് സോൺ പിടിച്ചോണ്ട് വർത്താനത്തില് ഉള്ളി നല്ല രീതിയിലേക്ക് ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ വേപ്പില ഇട്ടോളൂ. അല്ല, മഞ്ഞപ്പൊടി. കറിവേപ്പില ഇടാൻ പറഞ്ഞില്ലേ? ഓക്കെ, ലൈൻ കട്ട്. ഓക്കെ, ഇതിനൊക്കെ അളവ് എപ്പോഴെങ്കിലും തെറ്റിപ്പോട്ടാ. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലി ചെയ്യുന്ന ഞാനാണ്. കാരണം വെച്ചാല് ഈ ചൂടത്ത് നിന്ന് അല്ലെ, അവര് പറഞ്ഞ പോലെ സ്വന്തം അസുഖം പോലും തടവൽക്കരിച്ചുകൊണ്ട് ഈ ചൂടത്ത് നിന്ന് തിളക്കാനുള്ളത്. ഇനി കോക്കനട്ട് പേസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീരകം, ഏലക്ക ഒക്കെ മിശ്രിതമായിട്ടുള്ളത് അല്ലെ. അതും തേങ്ങാപ്പാലും തേങ്ങയും ജീരകവും ഏലക്കയും കൂടി നമ്മൾ അരച്ച് ഒരു തിക്ക് പേസ്റ്റ് പോലത്തെ ഒരു സാധനം ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഒഴിക്കാമേ. ഇതിൽ കുറച്ച് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിരിക്കുന്ന ഒരു അല്ലെ ശബ്ദം ഉണ്ടാവുന്നത്. ആഹാ, ഓക്കെ അല്ലേ? കുറച്ചൊന്ന് വെള്ളം നമുക്ക് ഉപയോഗിക്കാം. വെള്ളം ഒഴിച്ചപ്പോ സെറ്റായി കറക്റ്റ് ആ ഒരു പാകത്തിലോട്ട് എത്തി. ഇവര് ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയല്ലോ, അതായത് എന്താണ്, ഉപ്പ് കൂടുമ്പം തക്കാളി കട്ട് ചെയ്തിടും, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ടേസ്റ്റ് കറക്റ്റ് ആക്കാൻ വേണ്ടിട്ട് കുറെ പരിപാടികൾ ചെയ്യും. അതിലോട്ടൊന്നും എത്തിയിട്ടില്ല. അത് പിന്നീട് വരുന്നത്, അത് ആദ്യമേ പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ പിന്നീന്ന് പറഞ്ഞ പോലെ നല്ല മണം വരുന്നുണ്ട്. ആ സ്മെൽ കറക്റ്റ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സ്മെല്ലിൽ കുറച്ച് പെരിഞ്ജീരകം ഇതിലോട്ടാണ്. ഓൾറെഡി നമുക്ക് സ്മെല്ലുണ്ട്. അപ്പൊ ആ സ്മെല്ലിനൊപ്പം തന്നെ ഗരം മസാലയും പെരിഞ്ജീരകവും പൗഡർ ഒന്ന്. എനിക്ക് പെരിഞ്ജീരകവും ഗരം മസാലയും പെട്ടെന്ന് കണ്ട തിരിച്ചറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെ പഠിച്ചത്, സ്മെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ആ ജീരകത്തിന്റെ മണം. കാരണം ഈ ഉമ്മ വീട്ടിൽ അവർക്ക് പെട്ടെന്ന് ബോക്സ് കണ്ടാ അറിയാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇതായി വരുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് രണ്ടും പൊടിച്ചിരുന്ന പേരെഴുതി വെച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ മറ്റേ എടുത്ത് തുറന്ന് പൊട്ടിച്ച് ഇത് തന്നെ ചെയ്തിട്ടുണ്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് പ്രധാന ഇപ്പൊ എന്ത് വിഭവമാണെങ്കിലും അല്ലെ, ഇതില്ലാതെ കൂടിയും കുറവായിട്ട് നിൽക്കുന്നു മാത്രമാണ്. കറിയില് ഉപ്പാണ് അല്ലെ അതിന്റെ പാകപ്പെടുത്തുന്നത്. ശരിക്കും ഒരു സിനിമയുടെ നിർമ്മാണത്തില് സിനിമയിലെ ഉപ്പ് എന്താ ശരിക്കും? ഒരു സിനിമയുടെ ഉപ്പ് എന്താ ശരിക്കും? ഐ തിങ്ക് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഞാൻ പറയാം, എനിക്ക് പറയാൻ തോന്നിയതാ. കാരണം സ്റ്റാർട്ടിങ് മുതല് സിനിമ ഇറങ്ങുന്നതിന്റെ അന്ന് വരെ എവറിത്തിങ് ലൈക് എല്ലാവർക്കും ഇപ്പൊ ഈക്വൽ ആണ്. ഇപ്പൊ ഡയറക്ടർ ആയിക്കോട്ടെ, പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, എല്ലാം ഉണ്ടെങ്കിലും
ഇതിന്റെ പിന്നിൽ ഭയങ്കരമായിട്ട് അവരുടെ ഒരു എഫേർട്ട് എല്ലായിടത്തും പക്ഷെ പുറമേ കണ്ടില്ലെങ്കിലും അത് ഉണ്ട് എല്ലായിടത്തും ഇതിന്റെ കുറച്ചൊരു അംശം. അതായത് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് പോലെ ഇത് വിസിബിൾ അല്ല, പക്ഷെ സിനിമയിലെ ഉപ്പ് എന്ന് പറയുന്നത് ശരിക്കും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരില്ലാതെ പൂർണ്ണമാവില്ല എന്നാണ് എനിക്ക്. കാരണം അത് ഭയങ്കര വലിയൊരു നമ്മൾ വളരെ കുറച്ചുള്ളൂ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഇവിടെയൊക്കെ. നല്ല പണിയെടുത്തിട്ടും പക്ഷേ അത് അവരുടെ എഫേർട്ട് അല്ലെ കാണുന്നത് കുറവായിരിക്കും. പക്ഷെ അത് ഭയങ്കര നല്ല ഐ റിയലി എന്താ പറയാ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്റെ പടത്തിൽ എന്റെ എഡീസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അവർ ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ ആലോചിക്കും എനിക്കൊരു ഏടി ആവാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ ചെയ്തിട്ടുണ്ട്. കാരണം അവർ അത്രയും പണിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമയിലെ വഴക്ക് കിട്ടുന്ന വിഭാഗവും പക്ഷെ എല്ലാം കൃത്യസമയത്ത് എത്തിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ വന്നത് ഫിഗർ ഔട്ട് ചെയ്ത് ഫ്രം സ്ക്രിപ്റ്റ് മറ്റേ കോപ്പി എടുത്ത് ലാസ്റ്റ് ആർട്ടിസ്റ്റിലെ വരെ എത്തിച്ച് അല്ലെങ്കിൽ ഇത് റിലീസിന്റെ തലേന്ന് വരെ ഇതിന്റെ എല്ലാ അപ്ഡേറ്റിലും കൂടെ നിൽക്കുന്നത് അവരായിട്ട്. ഏതെങ്കിലും മൊമെന്റിൽ തോന്നിയിട്ട് ഇപ്പൊ റൈറ്റായി നിൽക്കുന്നതിന്റെ ഒരു സ്ക്രിപ്റ്റിന്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നു. ഇപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള എന്തായാലും ഒരു ചിന്തയിലുണ്ടായിരിക്കും അല്ലെ, ഒരു സംവിധാനം രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുക എന്നുള്ള സാധനം. അപ്പൊ എപ്പോഴെങ്കിലും ഇതിൽ തന്നെ ബൊബയിൽ തന്നെ ഒരു AD ആയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ അത് അത്രയും എഫേർട്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് നേരിട്ട് കണ്ടപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോൾ നമ്മളേക്ക് ഇത് എളുപ്പമാണല്ലോ, ഞാൻ എല്ലാവരും പറയും അടുത്ത പടത്തിൽ ഞാൻ AD ആവാമെന്ന്. പക്ഷെ അതിൽ നിൽക്കുന്നവർക്ക് എന്റെ വില അറിയുള്ളൂ. ഭയങ്കര പണിയാണ്. ഞാൻ ചെയ്യുമായിരിക്കും, പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഒന്നൊരു സമയമൊക്കെ എടുത്ത് കുറച്ചുകൂടെ അത് പഠിച്ച് ബാക്കിൽ നിന്ന് ഡയറക്ഷൻ ഫാഹിം ചെയ്യുവാൻ ഞാൻ എന്തായാലും ഉടനെ ഇല്ല, കുറച്ച് സമയമൊക്കെ എടുത്ത് അസോസിയേറ്റ് ആയിട്ട് രണ്ടുപേർക്കും അല്ലേ ഇപ്പൊ തന്നെ ആവശ്യമുള്ളത് കാര്യമുണ്ട്. ഇനി അതുകൂടെ വയ്ക്കും. യെസ്, അന്നപ്പോ നമുക്ക് പറഞ്ഞു വന്ന ഉപ്പിടാം. കുറച്ചിട്ടാ മതി, നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കൂടിയുണ്ടെങ്കിൽ പാകപ്പെടുത്താൻ വേണ്ടി അതെ അതിലൊന്നാണ് വെള്ളം. ഈ കറി ഉണ്ടാക്കുമ്പോ എപ്പോഴും കുറുകുമല്ലോ. മെല്ലെ കുറുകി നമുക്കിനി ആണ് ഇതിന്റെ പ്രധാന അല്ലെ കഥാനായകൻ അവിടെ ഇരിപ്പുണ്ട്. മിൽമയുടെ നമ്മൾ ഓൾറെഡി കുറെ ഐറ്റത്തിലൂടെ നമുക്ക് ഓണവിശേഷങ്ങളും അല്ലെ കളർഫുൾ വിഭവങ്ങളായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇനി ഇന്നത്തെ നമ്മുടെ താരം ശരിക്കും മിൽമയുടെ പനീർ തന്നെയാണ്. അപ്പൊ ഇതിനെ കുറെ കൂടി ടേസ്റ്റ് ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നുള്ള പറയാതെ വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് ഇടാം അല്ലെ. കട്ട് ചെയ്യണം. ഒന്ന് വെള്ളത്തിൽ നിന്ന് അല്ലെ നമുക്ക് വെള്ളത്തിലോട്ട് ഇടാം. അപ്പൊ നമുക്ക് പനീർ മിൽമയുടെ പനീർ എടുത്ത് നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകി നമ്മൾ അതിലോട്ട് ഇടുകയാണ് അല്ലെ. സത്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈം പനീറിന്റെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ലൈഫില്. ഇത് ഉണ്ടാക്കി മാത്രം ഞാൻ അല്ല പനീറിന്റെ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് പറയുമ്പോ ഏതാണ്ട് ഒട്ടുമിക്ക ഐറ്റംസ് ഒക്കെ റൗണ്ട് എത്തിയ പോലെയാണ് അല്ലേ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു വെക്കും. പക്ഷെ ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് 5നെ ഇംപ്രസ് ചെയ്യിക്കാം അല്ലെ. ഇനി നമുക്കതിനെ അല്ലെ കോക്കനട്ട് മിൽക്ക് എടുത്ത് നമുക്കതിനെ കുറച്ചുകൂടി നമുക്കിപ്പോ ഓൾറെഡി കുറച്ചൊരു കട്ടിയിൽ അല്ലെ തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനൊരു സെമി വേർഷൻ ആയിട്ട് മാറ്റാം. ഇനി നമുക്ക് എടുത്ത് ഈ പാനിനെ നമ്മൾ മെല്ലെ മാറ്റി വെച്ച് അല്ലെ നമുക്കതിനെ താളിച്ചതിന്റെ പ്രധാന ഐറ്റത്തിലോട്ട് മാറ്റാം. താളിക്കൽ മിക്ക സാധനത്തിലും ഒരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ കുറച്ച് കളർഫുൾ ആക്കാനും കൂടി വേർപ്പെടുന്ന സംഭവമാണ്. അപ്പൊ അഗൈൻ ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അഗൈൻ എണ്ണ ഒന്ന് ചൂടാവേണ്ടതുണ്ട്. ആൻഡ് തീർച്ചയായിട്ടും ഇപ്പൊ ബൊബയിൽ തന്നെ അട്രാക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഒന്നാമത് ജനപ്രിയ നായകൻ എൻ്റെ ഒരു ചിത്രം കൂടിയാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഒരു ചിന്ത ആദ്യം വരും, എഴുതുമ്പോ ദിലീപേട്ടൻ തന്നെയായിരുന്നു മനസ്സിൽ. വൈ ദിലീപേട്ടൻ ഫസ്റ്റ് എഴുതിയത് വേറൊരു കഥ പോലെയായിരുന്നു. അത് കുറെ നാൾ ഇതിന്റെ ഇവോൾവ് ആയി ലാസ്റ്റ് നമ്മള് ഒരു ഫോമിൽ എത്തി. അപ്പൊ ഇത് ഏറ്റവും ബെസ്റ്റ് എന്ന ദിലീപേട്ടൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അപ്പൊ നമ്മൾ പിന്നെ എത്തി. അങ്ങനെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾ കുറച്ചുകൂടി മാനോളം ഉയർത്തും പറഞ്ഞ പോലെ അല്ലേ. എന്താണ് കേക്കട്ടെ, നമ്മൾ തുടക്കത്തില് പറഞ്ഞ പോലെ ഇതുവരെ മലയാള സിനിമയിലെ ബബ്ബയായിരുന്ന സ്വടയത്തിലായിരുന്നെങ്കിൽ ആ സ്വടയത്തിൽ നായകൻ തന്നെ ഇതിലും വരുന്നു എന്ന് പറഞ്ഞപ്പോ ലാലേട്ടന്റെ ഒരു വരവും അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന ലാലേട്ടന്റെ എന്തൊരു ലുക്ക് കണ്ടാൽ തന്നെ
പറയാറുള്ളൂ. ഇപ്പൊ ഇവൻ ബിഗ് ബോസിൽ വരെ വന്ന സമയത്ത് ലുക്കാണ് പറഞ്ഞിരുന്നത് അത് ബബ്ബയുടെ ലൊക്കേഷനിൽ നിന്ന് വന്നതായിരിക്കും എന്നുള്ള വരെ അത്രത്തോളം പ്രതീക്ഷ വരുന്നുണ്ടായിരുന്നു എന്നുള്ളത്. ലാലേട്ടൻ്റെ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താ? നമ്മൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഒരു ഫസ്റ്റ് സിനിമ ഫൈം ഓൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇപ്പൊ എല്ലാരും അറിയുന്ന അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്ത് ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് നമുക്ക് എല്ലാവരും ഇപ്പൊ നമ്മള് ചെറുതിലേക്ക് കണ്ടു തുടങ്ങിയ സിനിമയാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഇങ്ങനെ ഡ്രീം ചെയ്യുമല്ലോ. മമ്മൂക്ക മോഹൻലാൽ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് മലയാള സിനിമയുടെ എവരിതിങ്. അപ്പൊ അതിലൊരാളെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സിനിമയിലൊരു ക്യാമിയോ പോലെ ഒരു ചെറിയ ഏരിയയിലെങ്കിലും നമുക്ക് കിട്ടിയതിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് ആക്ച്വലി ചെറിയ ഡ്രീം അല്ല. കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഒരു ആക്ടിങ്ങിലോട്ട് വന്നു, സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒപ്പം അഭിനയിക്കുന്നതാണ് ആഗ്രഹിക്കുക. ഇത് എന്റെ സ്ക്രിപ്റ്റിലാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത് എന്നുള്ള സംഭവമാണ് അല്ലെ? ഭയങ്കര സന്തോഷം. ഇട്ടോളൂ കുറച്ചൊരു ഡിസ്റ്റൻസ്. മറ്റേ ദീപാവലിക്ക് പൊട്ടിക്കാൻ നിൽക്കുന്ന പോലെയാ. ഇപ്പൊ വളരെ കുറച്ച് വർഷമാണ് അല്ലെ പടാറിലവിടെ കണ്ടു കുറേയേറെ സിനിമകൾ നമ്മൾ കണ്ടെങ്കിൽ പോലും എഴുത്തിന്റെ രൂപത്തില് അല്ലെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടി സീനായിട്ട്, പ്രത്യേകിച്ച് മലയാള സിനിമേനെ അതിന്റെ എഴുത്തിന്റെയും സ്ക്രിപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും പരാമർശിക്കാറുള്ളത് അല്ലെ. അതിനെ കുറിച്ച് കുറേയേറെ അല്ലെ കിട്ടാറുണ്ട്. അപ്പൊ അത്തരം ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നമ്മൾ ഇത്രയും വലിയ താരനിലയിലൂടെ വരുന്നു എന്നുള്ളത് വരുന്നത്. അത് പക്ഷെ അത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ കണക്ക് ഇത്രയും നമ്മുടെ മലയാള സിനിമ അറിയാത്തൊരു വേറൊരു ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ സിനിമയെ പറ്റി എവിടെ പോലും നമ്മളെ സിനിമകളെ പറ്റി എല്ലാരും സംസാരിക്കും. ഇത്തിരി കരിവേപ്പിലയും കൊണ്ടിട്ടെ. അപ്പൊ നമ്മള് ദ ബെസ്റ്റ് കൊടുക്കണമല്ലോ, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച വരരുത്, അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ടാവുമല്ലോ. അതുണ്ട് നമുക്ക് എപ്പോഴും. അപ്പൊ ഇത് എങ്ങനെയായിരിക്കും ഇനി ഓഡിയൻസ് എടുക്കുക, എല്ലാവർക്കും ഇഷ്ടാവോ, അങ്ങനത്തെ കുറെ ഇതിന്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ അതാണ്. നമ്മുടെ സന്തോഷത്തിനേക്കാളും ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാവോ ആയിരിക്കോ എന്നുള്ളൊരു ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഘട്ടത്തിൽ ശരിക്കും ഇതിനൊരു തിരുത്തി മാറ്റി എഴുതേണ്ട ഒരു ഇത് വന്നിരുന്നോ അതോ ഇല്ല? പക്ഷെ നമ്മള് ബാക്കിൽ അത് പ്രോപ്പർ ആയിട്ട് കുറെ റീറൈറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പിന്നെ എല്ലാവരും ഭയങ്കര ഒരുമിച്ച് നിന്ന് ഇത് എല്ലാരും ഒരുമിച്ച് അതിനൊരു അടിപൊളി പരിപാടി ആക്കാൻ വേണ്ടി നിന്നപ്പം സെറ്റായിട്ട് വന്നു. നമുക്ക് ഇനി മെല്ലെ വയറ്റിയെടുക്കും. ഈ താളിക്കുമ്പോഴാണ് ഞാൻ റീസെന്റ് മോരുകറി ഉണ്ടാക്കാൻ പഠിച്ചു. മോരുകറി എന്ന് വെച്ചാൽ എനിക്ക് ചോറും മോരും പൊരിച്ച മീൻ ചമ്മന്തി ഇങ്ങനത്തെ സാധനങ്ങൾ മതി. ഒരു ദിവസം ചോറ് കഴിക്കും, പ്രത്യേകിച്ച് കറിയൊന്നും. ഈ കഥയുടെ ഒപ്പം തന്നെ ഇതും പിടിച്ചോളൂ. ചിലപ്പോൾ അല്ലാതെ കുറച്ചുകൂടി തരാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം അല്ലെ. എനിക്ക് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കല്യാണം കഴിഞ്ഞ് മാറിയപ്പോ എനിക്ക് മോരുകറി ഉണ്ടാക്കാൻ പഠിക്കണം എന്നാണ് ആകെ തോന്നിയ ഒരു സംഭവം. അതായത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്. അപ്പൊ മോര് കറി ഉണ്ടാക്കാൻ ഞാൻ വിളിച്ചു വെച്ചപ്പോ എന്നോട് പറഞ്ഞാണ് ബേസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ അതിനകത്ത് ഈ താളിച്ചൊഴിക്കുന്നതിനാണ് ടേസ്റ്റ് വരിക, അല്ലെങ്കിൽ അത് ചെയ്യണം, അത് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഈ അടുത്തായിട്ട് താളിക്കാൻ പഠിച്ചു. ഞാൻ ഭയങ്കര മിടുക്കി അതിൽ ചെയ്യും. ഏതൊക്കെ സാധനം ഉറക്കത്തിൽ നിന്ന് എടുത്തിട്ടാണ് എന്താ ഐറ്റത്തിലും വറ്റൽമുളക്. ഇപ്പൊ സിനിമയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയിലെ ഏറ്റവും സ്ട്രോങ് ആക്കുന്നത് അതിന്റെ ക്ലൈമാക്സ് അല്ലെ ഏറ്റവും സെറ്റ് ആയിരിക്കുമ്പോ എന്ന് പറയാറുണ്ട്. അതേപോലെ ഒരു കറിയുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആക്കുന്നത് ഈ താളിക്കുമ്പോഴും കൂടിയാണ്. ക്ലൈമാക്സ് കിട്ടലിനാവുമ്പോ സംശയമില്ല, നന്നായി താളിക്കാൻ അറിയാം. ശരിക്കും നൂറിന് വേണ്ടിയിട്ട് ഒരു നൂറിൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്താണെങ്കിൽ എഴുതുന്ന ഒരു കഥാപാത്രം ക്യാരക്ടർ എന്തായിരിക്കും? നൂറിന് വേണ്ടിട്ട് നൂറിന് എഴുതാണെങ്കിൽ അതായിരിക്കും എന്റെ പോലുള്ള ഒരാളായിരിക്കും. ആണ് എന്റെ ലൈഫിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അറിയില്ല കേട്ടോ നമുക്ക് നടക്കോ ഇല്ലയോ. ഓക്കെ, അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതി ആ ക്യാരക്ടർ എഴുതിയിട്ട് അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും നൂറിന്റെ ചെന്ന അഭിനയിക്കും എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഞാൻ എഴുതും, ഞാൻ അഭിനയിക്കും. അതെ, എന്തായാലും നമ്മൾ എല്ലായ്പ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഭിനയിക്കാൻ എപ്പോഴും നമ്മൾ ആഗ്രഹം കൊണ്ട് പറയും ലാലേട്ടൻ മമ്മൂക്കയോടൊപ്പം ചെയ്യുന്നത്. അപ്പൊ ആ സ്ക്രിപ്റ്റിൽ തന്നെ ലാലേട്ടനെ കൂടെ അഭിനയിപ്പിച്ചു എന്നുള്ള ഒരു മാസം ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദ്യം വരും, എപ്പോഴാണ് മമ്മൂക്കിയായിട്ടുള്ള സ്ക്രിപ്റ്റ് വരിക എന്നുള്ളത് അല്ലേ? മനസ്സിലുണ്ടാവോ? അതൊരു ഈ പറഞ്ഞ കണക്ക് അഭിനയിക്കാനുള്ള ആളുകൾക്ക് മമ്മൂക്കയുടെയും ലാലേന്റെ കൂടെ അഭിനയിക്കണം എന്നുണ്ടാവും. ഡയറക്ട് ചെയ്യുന്നവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും ഒരു പടമെങ്കിലും ലാലേന്റെയും മമ്മൂട്ടിയും വെച്ച് ഡയറക്ട് ചെയ്യിക്കണം, അവര് നമ്മള് ഡയറക്ട് ചെയ്യുന്നത് ഫ്രെയിമിൽ വരണം എന്നായിരിക്കും. അതുകൊണ്ട് നമ്മൾ എഴുതുമ്പോഴും ആലോചിക്കല്ലോ നമ്മൾക്ക് വേണ്ടി നമ്മൾ എഴുതിയ ക്യാരക്ടർ ഈ ഇതുപോലെ രണ്ട് പില്ലേഴ്സ് അവരുടെ ഇതിന്ന് കേൾക്കണം നമുക്ക് ആഗ്രഹം. അതിനകത്തൊരു ചെറിയ പോർഷൻ ആണെങ്കിൽ പോലും നമുക്കിപ്പം ഒരു ചെറിയ ആഗ്രഹത്തിനൊരു ബാധ്യത നടന്നു. അതുപോലെ ഉറപ്പായിട്ടും നമുക്ക് വെച്ച് നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലേ, എന്തോരം നമുക്ക് ആഗ്രഹിക്കും, നടക്കുമെന്ന് എനിക്ക് അറിയാം. ശരിക്കും മറ്റേ ശ്രീനിവാസൻ പറഞ്ഞ പോലെ തിരക്കഥ വിൽക്കാനുണ്ട് പറഞ്ഞ പോലെ ഒരു തിരക്കഥ ഇരിപ്പുണ്ടോ ശരിക്കും? ആക്ച്വലി നമ്മള് കൊറേ എഴുതി പാളിയിട്ടുണ്ട്. സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് സ്വിച്ച് ഇട്ടാണൊന്നും വരില്ലല്ലോ. സ്റ്റിൽ നമുക്ക് അറിയില്ല കേട്ടോ, നമ്മളിതിങ്ങനെ പഠിക്കണേ ഉള്ളൂ, ഇതിങ്ങനെ എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്ന് വരുന്നല്ലോ. പക്ഷെ സ്റ്റിൽ
കൊറേ ഇങ്ങനെ നടന്ന് ഓടി തിരക്കഥ പണി പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ ചിത്രത്തിൽ ലാലേട്ടനും ദിലീപൊക്കെയാ. എലിമ അതിന് മുന്നേ നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം എഴുതുമ്പോ ഞാൻ എന്താ വിചാരിച്ചെന്ന് പറയട്ടെ, ഓക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു, 5 ഉണ്ടല്ലോ, ഓക്കെ എന്നെ കൂടെ പറ്റും വിചാരിച്ചു. പക്ഷെ ഇതിന്റെ പിന്നിൽ കുറെ പരിപാടികൾ നടക്കാനുണ്ട്. അപ്പൊ അതിലൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ആലോചിച്ച് ഇത് ഇങ്ങനെയാണല്ലേ ശരിക്കും ഒരു സിനിമ ഉണ്ടാവുന്നതിന്റെ കുറെ കഷ്ടപ്പാടും പരിപാടികളൊക്കെ അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നിയിട്ടുണ്ട്. യെസ്. അപ്പൊ അങ്ങനെ എന്തായാലും നമ്മള് സിനിമയുടെ വിശേഷങ്ങൾ പറയുന്ന പോലെ തന്നെ ഒരു സിനിമ പൂർണ്ണരൂപം ആവണമെന്നുണ്ടെങ്കിൽ കുറെ ഘട്ടങ്ങളുണ്ട് അല്ലെ. അതിന്റെ റൈറ്റർ ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും അതേപോലെ തന്നെ കുറെ ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ട് ഫൈനലി അല്ലെ ബബ്ബ പോലെ ഒരു കിടിലൻ ഡിഷ് നമ്മൾ ഉണ്ടാക്കി. യെസ്. സോ കണ്ടേ ഇനി നമുക്കത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ വേറെ ആൾക്ക് കൊടുത്തിട്ട് നല്ലതാന്ന് പറയണ്ടേ, നമുക്കൊരു ധാരണയിലെത്താം. അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലതാന്ന് പറയാം. ചൂടുണ്ടാവേ കയ്യില്, നല്ലപോലെ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, ഊതിട്ട്. സ്വല്പം ഉപ്പ് കുറവുണ്ട്. ഇനി ആരെങ്കിലും ഉപ്പ് അധികം ഇഷ്ടമില്ലാത്തവരെ കഴിച്ചിട്ട് ഉപ്പിടാന്ന് വിചാരിച്ചു ഞങ്ങൾ ഇടാഞ്ഞാണ് അല്ലെ. അപ്പൊ കുറച്ചുകൂടി ഉപ്പിട്ടാ നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയാന്നല്ല അല്ലേ. ആക്ച്വലി ഇത്രേ ഉള്ളല്ലേ കുക്കിംഗ് ഒക്കെ. അപ്പുറത്തെ ഷെഫ് സൈഡിൽ അവിടെ കഷ്ടപ്പെട്ട് ആക്ച്വലി എങ്ങനെയുണ്ട് അല്ലെ. കുറച്ചൊരു ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാല് സംഭവം ഐറ്റമാണ്. അപ്പൊ എന്തിനാ നമ്മൾ ശ്രമിച്ചാല് അല്ലെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് പനീർ കുറുമ ഉണ്ടാക്കുന്നവരാണെന്നുള്ളത് കണ്ടാ പറയും. അതാണ്. യെസ്. അപ്പൊ ഇതുപോലെ ഒന്നുകൂടെ പറ്റുമെന്ന് അറിയില്ല. അതെ അതെ, ഇനി പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ മുമ്പത്തെ ഐറ്റം ഒക്കെ നമ്മൾ ഉണ്ടാക്കിയ പോലെ അല്ലെ. നമ്മൾ കാളനിലൂടെ പായസത്തിലൂടെ ഒക്കെ പോയി അവിടെ മിൽമയുടെ സാന്നിധ്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പോൾ സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് നിൽക്കുന്ന പോലെ ഒരു സിനിമയുടെ ബാക്ക് ബോൺ അതിന്റെ തിരക്കഥയാണെന്ന് പറഞ്ഞ പോലെ നൂറിനോട് നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പക്ഷേ നമ്മുടെ വിഭവങ്ങളിലെ അതിലെ പ്രധാനമായിട്ടും നമ്മുടെ ബാക്ക് ബോൺ ആയിട്ട് മാറുന്ന മിൽമയുടെ പ്രൊഡക്റ്റിലൂടെ തന്നെയാണ് ഇന്ന് നമുക്കൊരു കിടിലൻ അല്ലെ പനീർ കുറുമ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആക്ച്വലി നല്ലതാട്ടോ, ട്രൈ ചെയ്യാം ഇനിയും. യെസ്. അങ്ങനെ നമ്മൾ ഓൾറെഡി ഇപ്രാവശ്യത്തെ അല്ലെ ജിഞ്ചറിന്റെ കളർഫുൾ ഓണം സെലിബ്രേഷനിൽ നമ്മൾ വെറൈറ്റി വിഭവങ്ങളായിട്ട് നമ്മൾ എത്തിയത് നമ്മുടെ മിൽമയുടെ ഐറ്റത്തിലൂടെ തന്നെയാണ്. കുറെ സ്പെഷ്യൽ അതിലെ ഒരു പക്ഷെ നമ്മൾ സദ്യവട്ടങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ ഇതല്ലാത്തൊരു ഐറ്റം ആണെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. കാരണം സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് 100 വരുമ്പോ അല്ലെ സ്പെഷ്യൽ ഐറ്റം വേണമല്ലോ. അപ്പൊ എന്തായാലും സിനിമയുടെ ബാക്ക് ബോൺ സ്ക്രിപ്റ്റ് ആണെന്ന് പറഞ്ഞ പോലെ തന്നെ സ്ക്രിപ്റ്റ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കറികളുടെ ഡിഷിലെ നമ്മുടെ അടുക്കളയിലെ ഒരു ബാക്ക് ബോൺ ആയിട്ട് മിൽമ പ്രോഡക്റ്റ് ഉണ്ടാവുന്ന കാര്യത്തിൽ സംശയമില്ല. സോ എന്താ ഓണത്തിന് പ്രാവശ്യം പറയാനുള്ള പ്രശ്നോട്? ഓണത്തിന് എല്ലാവർക്കും ഒരു അടിപൊളി വർഷമാകട്ടെ അല്ലെ. ഓണത്തോട് അങ്ങോട്ട് കിരിലം ദിവസങ്ങളായിരിക്കട്ടെ. ഓണത്തിന് സദ്യയൊക്കെ കഴിക്കുക. വേണമെങ്കിൽ നമുക്ക് ഒരു പനീർ കുറുമ കൂടെ ആഡ് ചെയ്യാവുന്ന വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലേ. അതെ, സദ്യയോട് അടിപൊളിയായിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി ജിഞ്ചർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ നമ്മുടെ ഓണം, നമ്മുടെ മിൽമ.